Ensure that there is an insulated cap or adapters. Do not fly kites near the electric lines. Do not use table fan to dry air. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇത് കിട്ടാത്തൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. Ensure that there are no tall building or tall tree near electric lines. Ensure that main switch and ELCB are switched off when the maintenance work is being carried out at home. നമ്മളെ വീട്ടിൽ എന്തെങ്കിലും വർക്കൊക്കെ നടക്കുന്ന സമയത്ത് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക, അതേപോലെ ELCB ബ്രേക്കർ ഓഫ് ആക്കുക. ഇതൊക്കെ ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. Precautions during some special circumstance. During lightning, avoid doing any work that will bring you in contact with the electric circuit. പോസിബിലിറ്റി ഓഫ് എക്സസ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഡ്യൂറിങ് ലൈറ്റ്നിങ്. അതായത് മിന്നലടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കറണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും. ഡിസ്കണക്ട് ദ പ്ലഗ് ഫ്രം ദ സോക്കറ്റ് വെനെവർ ദർ ഈസ് എ ചാൻസ് ഓഫ് ലൈറ്റ്നിങ്. മിന്നലടിക്കാൻ സാധ്യതയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, സോക്കറ്റിൽ നിന്ന് പ്ലഗൊക്കെ ഊരിടുക. ഫ്രിഡ്ജിൻ്റെയും വാഷിംഗ് മെഷീൻ്റെയും ഫാൻ്റെ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ എന്ത് ചെയ്യുക, പ്ലഗ് ഊരിയിടുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് വായിച്ചു നോക്കിയാൽ മതി. ഇനി ഇവിടെ നമുക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ ചോദിക്കുന്നതിനായിട്ടോ, അത് എല്ലാം കൂടി കാണാൻ പഠിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രക്വേഷൻ ഡ്യൂറിങ് അതിലൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു 3 പോയിൻറ്റോ അല്ലെങ്കിൽ 4 പോയിൻറ്റ് അത്ര പഠിച്ചാൽ മതി. ഏതെങ്കിലും 3-4 പോയിൻറ്റ് കാണാൻ പഠിക്കുക കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ടു ബി ഗിവൺ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് ഒരാൾക്ക് അടിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ പറഞ്ഞോട്ടും കേൾക്കാതെ ഇലക്ട്രിക് ഷോക്ക് അടിച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട 2-3 കാര്യങ്ങൾ. റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ബൈ മസാജിങ്. നമ്മൾ പറഞ്ഞു ഷോക്ക് അടിക്കുക എന്ന് പറയുമ്പോൾ ആളുടെ ടെമ്പറേച്ചർ കുറയാന്നല്ലേ പറഞ്ഞ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അയാളുടെ ബോഡി മസാജ് ചെയ്തുകൊണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ. ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. മസാജ് the muscles and bring them into original condition. മസിൽസൊക്കെ ഇങ്ങനെ നല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ഹാർട്ടിലെ ഫങ്ഷനിങ് നോർമൽ ആവാൻ വേണ്ടിയിട്ട് അപ്ലൈ പ്രഷർ ഓൺ ദ ചെസ്റ്റ് റെഗുലർലി. നെഞ്ഞത്ത് പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തുക. ടേക്ക് ദ പേഴ്സൺ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. സേവിങ് ഇലക്ട്രിസിറ്റി ഈസ് ഈക്വലൻറ്റ് ടു ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി. നമ്മുടെ സേവിങ് ഇലക്ട്രിസിറ്റി, നമ്മൾ കറണ്ട് സംരക്ഷിച്ച് വെക്കണം, ഊർജ്ജം സംരക്ഷിച്ച് വെക്കണം. അത് നമ്മളെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഈക്വലാണ്. ആ പോസ്റ്ററും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതാനുള്ള കാര്യങ്ങൾ, ഇവിടെ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എഴുതാനുള്ളത്. പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഷോക്ക് അടിക്കാതിരിക്കാൻ ഉള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഷോക്ക് അടിച്ച് ഇവിടെ എല്ലാം കൂടി എഴുതേണ്ട, ഒരു 3-4 പോയിൻറ്റുകൾ എഴുതി കൊടുക്കുക. പിന്നെ എന്താണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതാം. വെൻ എ പേഴ്സൺ ഗെറ്റ്സ് ഷോക്ക്ഡ്. ഒരു പേഴ്സണ് ഇലക്ട്രിക് ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഹിസ് ബോഡി ടെമ്പറേച്ചർ ഈസ് ഡിക്രീസിങ് ആൻഡ് ബ്ലഡ് ഫ്ലോട്ടേഷൻ ഈസ് ഡിക്രീസിങ്. ഇത് എഴുതാം കേട്ടോ. ബിക്കോസ് വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് ഈസ് ഇൻക്രീസിങ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എഴുതുക. ഇലക്ട്രിക് ഷോക്ക് എന്നുള്ള ഹെഡിങ്ങിന് താഴെ ഞങ്ങൾ ആദ്യം എഴുതേണ്ട സംഭവമാണ്. എന്താ എഴുതണ്ടേ, ഇപ്പോൾ പറഞ്ഞത് എഴുതുക. എന്താ എഴുതേണ്ടത്, വെൻ എ പേഴ്സൺ ഗെറ്റ്സ് ഷോക്ക്ഡ്, ഹിസ് ബോഡി ടെമ്പറേച്ചർ ഈസ് ഡിക്രീസിങ് ആൻഡ് വിസ്കോസിറ്റി ഓഫ് ബ്ലഡ് ഈസ് ഇൻക്രീസിങ്, സോ ദ ഫ്ലോട്ടേഷൻ ഓഫ് ബ്ലഡ് ഈസ് ഡിക്രീസിങ്. അപ്പോൾ അത് നോട്ടിൽ എഴുതുക കേട്ടോ. പിന്നെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ളതിൽ ഒരു 3-4 പോയിൻറ്റ്സ് എഴുതുക. പിന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഈ പോയിൻറ്റ്സുകൾ നോട്ടിൽ എഴുതുക. ഇത്രയാണ് നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി മേക്കിംഗ് ഹൗസ് ഹോൾഡ് സർക്യൂട്ടിൽ നമ്മൾ വീട്ടിൽ കാണുന്ന കുറേ സാധനങ്ങൾ ആണ്. അതിൻ്റെ പേരുകളൊന്നും നിങ്ങൾ നോക്കിയാൽ മതി. ഇത് നോട്ടിൽ എഴുതൊന്നും വേണ്ട, ജസ്റ്റ് നോക്കിപ്പോയാൽ മതി കേട്ടോ. അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഒന്ന് 1 വേ സ്വിച്ച്, 2 വേ സ്വിച്ച്, 3 പിൻ സോക്കറ്റ്, സീലിംഗ് റോസ്, ELCB റെഗുലേറ്റർ, ഇൻഡിക്കേറ്റർ, ഇപ്പുറത്തെ സൈഡിലുള്ളത് RCCB, ELCB ഒക്കെ ബ്രേക്കറാണ്. MCB അതും ബ്രേക്കർ തന്നെയാണ്. കിർക്കാറ്റ് ഫ്യൂസ്, സ്വിച്ച് ബോർഡ്, മീറ്റർ, മെയിൻ സ്വിച്ച്, ബൾബ് ഹോൾഡർ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുക, വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസുകൾ, ക്ലാമ്പ് മീറ്റർ, മൾട്ടിമീറ്റർ, AC വോൾട്ട്മീറ്റർ, വയർ സ്ട്രിപ്പേഴ്സ്,
സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചിത്രം കണ്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. PVC ചാനൽ, PVC പൈപ്പ്, PVC പൈപ്പ് ഫിറ്റിങ്സ്, വയർ, ഇൻസുലേഷൻ ടാപ്പ്, ഗ്ലൗസ്, പ്ലയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളൂ. ഇത് നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ കാര്യമൊക്കെ മുന്നേ പറഞ്ഞത് തന്നെയാണ്. അതിനെ വീണ്ടും ഇങ്ങനെ വരച്ച് കൊടുത്തതൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യാനുള്ളത്, ഇതിൽ ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ട് 1 2 3 4 ഒരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 25 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതിയിട്ട്, ആൻസർ മാത്രം മതി, നമ്പർ ഇടുക, ആൻസർ എഴുതുക കേട്ടോ. അങ്ങനെ ആൻസർ എഴുതിയിട്ട് ഒന്ന് അയച്ചു തരാം. ഏതെങ്കിലും ഭാഗം കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കണം. ഇവിടെ ഈ 15ാമത്തൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അതൊക്കെയാണ് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോട്ടിൽ എഴുതിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം, എക്സാമിൻ്റെ മാർക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് എന്നുള്ള ഭാഗം അവസാനിപ്പിച്ചു. ഇനി ഇതിൽ ഏതെങ്കിലും ഭാഗം എടുക്കാത്തതുണ്ടെങ്കിൽ എന്ന് പറയണം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഇതിന് മുന്നുള്ള ഭാഗം എടുത്തതാണോ എന്നുള്ള ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരുമുണ്ട്. പിന്നെ അതേപോലെ ഇതോടുകൂടി കറണ്ട് എന്നുള്ള ഭാഗം അവസാനിച്ചു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഫുള്ള് ലൈറ്റാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ നിങ്ങളിപ്പോൾ എങ്ങനെ എടുക്കണേ?